നമസ്കാരം, ഞാൻ നിതിൻ. കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. ഒരുപാട് പേര് നമ്മുടെ റെസിപ്പികളൊക്കെ പരീക്ഷിച്ചിട്ട് അത് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ആ സന്തോഷം ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാണ്. ഒരുപാട് നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും. തുടർന്ന് നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രസമാണ്. രസപ്പൊടിയൊന്നും ചേർക്കാണ്ട് തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കധികം സമയവും വേണ്ട. എല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ രസം എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇവിടെ ഒരു 15 വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒരു 12 മുതൽ 15 വെളുത്തുള്ളി വരെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ കുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് കുതിർത്തൊന്ന് വെക്കണം. അപ്പോൾ ഞാൻ ഈ വലുപ്പത്തിലുള്ള പുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വയ്ക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളകാണ്, മുഴുവനോടെയുള്ള കുരുമുളക്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി കേട്ടോ. പിന്നെ കുറച്ച് ജീരകം വേണം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി ജീരകം, അതായത് ഒരു 2-3 നുള്ളു ജീരകം. ഇനി ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ മിക്സിയിൽ ചെറിയ ബൗളിലോ അല്ലെങ്കിൽ ഇടിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 1-2 എടുക്കാം. എന്നിട്ട് ആ തക്കാളി നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് രസം ഉണ്ടാക്കാനുള്ള ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമില്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽസ് ഉപയോഗിക്കാം. അപ്പോൾ 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയണം. അങ്ങനെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നതോടുകൂടി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ മുളകൊക്കെ ഒന്ന് കരിയാണ്ടിരിക്കുകയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു വലിയ നുള്ള് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിരിക്കുകയാണ്. ഇങ്ങനത്തെ പാത്രം എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് പിടിക്കും, അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു നോക്കാണ്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ വലുതാണ് കേട്ടോ, അപ്പോൾ നിങ്ങളത് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തോണ്ട് തന്നെ ഈ സമയത്ത് ഓണാക്കി കൊടുത്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ്. പൊടികളുടെ പച്ചമണക്ക് പോയിട്ട് നല്ലൊരു മൂത്ത മണം വരുന്നവരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഈ പൊടികളുടെയൊക്കെ നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നേരത്തെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, അതൊക്കെ കൂടിയിട്ടുള്ള കൂട്ടും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇത് അധികം നേരം ഒന്നും വഴറ്റണ്ട, ആ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം ഒന്ന് വരുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഒരു 30-35 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ ഇത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 1.5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ തക്കാളി അരച്ച് ചേർക്കുന്നത് നമ്മുടെ ഈ രസത്തിന് കുറച്ചൊന്നും കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാത്രമല്ല ടേസ്റ്റിനായാലും വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു 1.5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കപ്പ് തന്നെ വേണമെന്നില്ല, ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാനും മതി. അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ പുളി നോക്കുക. ഇത് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തന്നെ നമ്മൾ പുളി കുതിർക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക.
ഇത് നോക്കിയിട്ട് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് വേണമെങ്കിൽ വെച്ചാൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വെള്ളം വേണമെങ്കിൽ അരിച്ചിട്ട് ഒഴിക്കാട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൽ ആ പുളി അതിലേക്ക് വീഴാണ്ടിരുന്നാൽ മതി. ഇതിൽ തക്കാളിയുടെ പുളിയും കൂടി ഉള്ളതുകൊണ്ട് പുളി നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് നോക്കുക. എന്നിട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് പാകമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് പുളി കുറവുള്ളതായി തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പുളിയോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് എനിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ചിലർക്ക് നല്ല പുളിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് അത്ര പുളി ഇഷ്ടമുണ്ടാവില്ല. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഇത് തിളക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് മല്ലിയില ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില രസത്തിലോട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഇതിൽ ഉപ്പ് നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പുളി കുതിർക്കാനുണ്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം 1 കപ്പോളം പുളിവെള്ളമായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ പുളിയിൽ തന്നെ 1 കപ്പോളം വെള്ളം പിന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുളിവെള്ളം ഒഴിക്കുമ്പോൾ ഞാനെടുത്തപ്പോൾ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് 2 ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതാ ഉപ്പും പുളിയും ഒന്ന് ബാലൻസായി വരാനാണ്. ശർക്കര ചേർത്തെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് നല്ല മധുരരസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ചേർത്തോളൂ. ഇനി അഥവാ നിങ്ങൾക്ക് ചേർക്കേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചേർക്കണമെന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോഴാണ് ആ പുളിയൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. പുളിയൊന്നും കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ശർക്കര ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ശരിയാക്കി എടുത്താൽ മതി. അങ്ങനെ ഒരു 4 മിനിറ്റോളം നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഒരു 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്, അധികം പണിയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് കുക്കറി എന്ന് പറയുന്ന ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.